പാർവതി, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഒരാൾ ഇങ്ങനെ കൂടി പോകുന്നുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്വർണ്ണവിലയെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്. സ്വർണ്ണവില സർവ്വകാല റെക്കോർഡിലേക്ക് കുതിക്കുകയാണ്. ഇന്നും 50 രൂപ കൂടി. നിലവിൽ 7,950 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. ദിവസേന വില ഇങ്ങനെ കുത്തനെ കൂടുമ്പോൾ വിപണിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നത് കൂടി നമുക്ക് നോക്കാം. കച്ചവടം കൂടിയോ അതോ കുറഞ്ഞോ? ആളുകൾ സ്വർണം വാങ്ങാനായി ഇപ്പോൾ കൂടുതലായി എത്തുന്നുണ്ടോ? അത് നമുക്കൊന്ന് പരിശോധിക്കാം. എന്താണ് വിപണിയിലെ അവസ്ഥ? സന്ദീപ് രാജാക്കാട് പറയും. ഇപ്പോൾ സ്വർണ്ണവില ഇങ്ങനെ കുതിച്ച് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും 1 ഗ്രാമിന് ഏതാണ്ട് 50 രൂപ കൂടിയിട്ടുണ്ട്. 1 ഗ്രാമിന് ഇന്നിപ്പം 7,950 രൂപ, 63,600 രൂപ ഒരു പവൻ സ്വർണത്തിന് എന്നുള്ള ഒരു വിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. വില ഇനിയും കൂടും എന്നുള്ളതാണ്. എന്നിരുന്നാലും നമ്മളൊരു കടയിലാണ് എത്തിയിരിക്കുന്നത്. സ്വർണ്ണക്കടയാണ്. ഇഷ്ടംപോലെ കളക്ഷൻസ് ഒക്കെ ഉണ്ട്. ഇപ്പം എങ്ങനെയാണ് ഈ വില കൂടുമ്പോഴുള്ള സാഹചര്യം എന്ന് കൂടി ചോദിക്കുക. എങ്ങനെയാണ് കച്ചവടവും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? കച്ചവടം നേരത്തെ ഉണ്ടതിന് അത്രയും കച്ചവടം ഇപ്പോൾ ഇല്ല. എങ്കിൽ പോലും ഈ സ്വർണം എന്ന് പറയുന്ന ഒരു നിക്ഷേപമായിട്ടാണ് ജനങ്ങൾ കരുതിയേക്കുന്നത്. അപ്പോൾ സ്വർണം നിക്ഷേപിക്കുന്നതിലൂടെ അവർക്കൊരു നഷ്ടം സംഭവിക്കുന്നില്ല. പ്രത്യേകിച്ച് ഇപ്പം സ്വർണത്തിൻ്റെ വില വർധനവ് വരുന്നതുകൊണ്ട് എത്ര സ്വർണം മേടിച്ച് വെച്ചാലും അത് ഏത് സമയത്തും എല്ലാവർക്കും എപ്പോൾ വേണം വിൽക്കാനൊരു സ്ഥലമുണ്ടല്ലോ. വിലവർധനവൊന്നും അതിനകത്തൊരു പ്രശ്നമല്ല. വിലവർധന വലിയ പ്രശ്നമല്ല. എങ്കിലും ഇപ്പോൾ കൂടുതൽ ആളുകൾ അഡ്വാൻസായിട്ട് പൈസ കുട്ടികളെ വിവാഹ ആവശ്യമൊക്കെയായി ബന്ധപ്പെട്ട് അഡ്വാൻസായിട്ട് കടകളിൽ പൈസ കൊണ്ടിരുന്നുണ്ട്. ഈ സ്വർണ്ണവിലയെ പറ്റി പറയുകയാണെങ്കിൽ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഒരു 2019 നവംബർ കാലഘട്ടത്തിൽ 3,500 രൂപയോളം വില ഉണ്ടായിരുന്നുള്ളൂ സ്വർണ്ണത്തിന്. 3,520 രൂപ ഒക്കെയാണ് അന്നത്തെ റേറ്റ്. ഇന്ന് അതിൻ്റെ ഇരട്ടിയും കഴിഞ്ഞ് പിന്നെയും 1000 രൂപയും കൂടി കഴിഞ്ഞ് ഇരട്ടിയിൽ മേൽ വർധന ഉണ്ടായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വർണം മേടിച്ചോ? സ്വർണം നോക്കുമായിരുന്നു. ഈ വില കൂടുന്നുണ്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നങ്ങളോട് വില കൂടി എങ്ങനെ വാങ്ങിക്കണം? വില അത്രയ്ക്ക് കൂടുന്നതുകൊണ്ട് നമുക്ക് വാങ്ങിക്കാനേ പറ്റുന്നില്ല ഉദ്ദേശിക്കുന്ന പോലെ. എന്നാലും ഇത് ഇല്ലാതെ പറ്റത്തില്ല. അതെ, വില കൂടും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് എല്ലാവരും ഉള്ളത്. അതുകൊണ്ട് തന്നെ പരമാവധി ഓരോ ദിവസവും നേരത്തെ മേടിച്ചു വെക്കാം എന്നുള്ള രീതിയിലൊക്കെയാണ് കസ്റ്റമേഴ്സും വരുന്നത്. എന്തായിരുന്നാലും സ്വർണ്ണവിലയിൽ കുതിപ്പുണ്ടാകുന്നതോടൊപ്പം തന്നെ കച്ചവടത്തിലൊന്നും വലിയ കാര്യമായ കുറവുണ്ടാവുകയോ പ്രതിസന്ധികൾ നേരിടുകയോ ചെയ്യുന്നില്ല. ഇതൊരു നിക്ഷേപ മേഖലയായി തന്നെ ആളുകൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.